നമ്മൾ ഹിദായത്തിലെത്തണം, നമ്മൾ നന്നാവണം എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്നാവണം 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 എന്ന് എത്ര പേര് ആഗ്രഹിച്ചു എന്നറിയും. താങ്കളോട് അള്ളാഹ് എന്നെ പറഞ്ഞു, ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നബിയെ എന്ന അർത്ഥത്തിൽ അള്ളാഹ്ക്ക് എന്ത് പറയേണ്ടി വന്നു എന്നറിയാം. ലഅല്ലക ബാഖിഉൻ നഫ്സക, എന്തിനാ നബി ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത്? അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നബി. അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അള്ളാനെ കണ്ട സന്ദർഭമാണ്. കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല സ്വർഗത്തിലെത്തുമ്പോഴാണ്. സ്വർഗം തന്നെ മറന്നു പോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളാനെ കാണുമ്പോഴാണ്. അള്ളാനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു പോകുന്നത്. അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു. ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ മറന്നു പോകും അത്രേ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതിനൊരു ഉദാഹരണം പറയാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറഞ്ഞു. ഒരാള് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് 10 മക്കളുണ്ടായിരുന്നു, ഒന്നിച്ചല്ല. പിന്നെ ഒരു കുട്ടി ജനിക്കും, 2 മാസത്തിനുള്ളിൽ മരിക്കും. അങ്ങനെ 10 മക്കൾ മരിച്ചിട്ടുണ്ട്. അയാളും ഭാര്യയും. അങ്ങനെ അയാളെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇയാൾ ക്യാൻസർ പിടിപെട്ടിട്ട് 8 കൊല്ലം വേദനന്റെ അങ്ങേയറ്റം എത്തിയിട്ട് മരിച്ചു. ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് ഉണ്ടായിട്ട് അയാളെ സ്വർഗത്തിൽ എത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല, അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് മുക്കിയിട്ട് പുറത്തെടുത്തു. അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ, സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ്. അയാളോട് ചോദിക്കും, അത്ര ആ സുഖം കിട്ടിയതിന് ശേഷം നിങ്ങൾ ദുനിയാവുന്ന വല്ല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സത്യം പറയും, ഇല്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. ഇല്ല. മക്കളെ കൊണ്ട് ഭാര്യ, ശരീരം, അസുഖം, ഇല്ല, ഒന്നും ഇല്ല. അതെ, സ്വർഗത്തിലെ 1 സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോൾ അയാൾക്ക് ഇതുവരെ അനുഭവിച്ച് മുഴുവൻ മറന്നു പോകും. സ്വർഗത്തിൽ ഒരു 1/2 സെക്കൻഡിന്റെ കഥയായി പറയണത്. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ആ സ്വർഗം മറന്നു പോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അള്ളാനെ കാണുമ്പോഴാണ്. അതാണ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സന്തോഷം ഉണ്ടായത്. ആ ഹയാത്ത് കാലത്ത് അള്ളാഹുവിനെ ഡയറക്റ്റ് കണ്ട സന്ദർഭത്തിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട റബ്ബിനാണ് സർവ്വ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു, എന്റെ പ്രിയപ്പെട്ട നബിക്ക് എന്റെ സലാം. അങ്ങനെ സ്വന്തത്തെ സ്വർഗത്തെ മറന്നുപോകുന്ന ആ ഘട്ടത്തിൽ ആ സലാം ഡയറക്റ്റ് കിട്ടിയപ്പോഴും തങ്ങൾ പറഞ്ഞ എന്താ അറിയാം, എന്റെ പാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാം വേണം. ആണോ? ഒരാളെ സ്വന്തത്തെ മറന്നു പോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.